ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, മലപ്പുറത്താണ് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ RSS ഗണഗീതം വിദ്യാർത്ഥികൾ ആലപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അബദ്ധം പറ്റിയതാണെന്നാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിശദീകരണം. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ ഇത് വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. പല കാര്യങ്ങളിലും അംഗീകരിക്കുകയും ഹിന്ദുഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല ുകയും ഉള്ളത് എതിർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര ഗീതങ്ങളാണ് അവിടെ ആലപിക്കേണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു വലിയ ഇഷ്യൂ ഇതാക്കേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ജാഗ്രത കുറവോ മറ്റും ഉണ്ടായിട്ടുള്ളതാണെങ്കിൽ ഒരു വലിയ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ആക്കണ്ട. ഇനിയും അവർ പാടിയ ഗീതത്തിൽ രാഷ്ട്രസ്നേഹത്തിന്റെ എലിമെന്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ സ്വാഗതം ചെയ്തതിലും തെറ്റില്ല. RSSന്റെ പ്രാർത്ഥനകളിൽ ഗാന്ധിജിയുടെ പേരടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ പോസിറ്റീവായ കാര്യങ്ങളെ നെഗറ്റീവായി എടുക്കണം. ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആരെയും നമ്മൾ ഒരു വിച്ഛണ്ടൊന്നും ചെയ്യണ്ട. അയാളെ ജോലി തെറിപ്പിക്കണം, ജീവിതം ഇല്ലാതാക്കണം എന്ന സ്റ്റാൻഡൊന്നും നമ്മൾ എടുക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ഒരു വിശദീകരണം ഇവർക്കറിയില്ലായിരുന്നു എന്നുള്ളൊരു കാരണമാണ്. അപ്പം അതിന്റെ ബേസിൽ ഒരു അധ്യാപകർക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത് എന്നുള്ള രീതിയിലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി. നമുക്കറിയാം ഇത് നടന്നിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഒരു ദിവസത്തെ ഒരു വലിയ ഗ്യാപ്പും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അല്ല, അവിടെയാണ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, RSSന്റെ ഗണഗീതങ്ങളിൽ സ്വാതന്ത്ര്യത്തെയും രാജ്യസ്നേഹത്തെയും പ്രതിപാദിക്കുന്ന ഒരുപാട് നല്ല ഗീതങ്ങളുണ്ട്. അപ്പം പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പോലുള്ള നല്ല പാട്ടുകളുണ്ട്. അതെല്ലാം നല്ലതാണ്. എന്നാൽ അതോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗീതങ്ങൾ മഹാത്മാഗാന്ധിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉണർത്തുന്ന കാര്യങ്ങളായിരുന്നു പാടേണ്ടിയിരുന്നത്. അതൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യം സാറുമാരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവുണ്ടായിരുന്നില്ല അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വളരെ നന്ദിയുണ്ട് രാഹുൽ ഈശ്വർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.